welcome to real analysis class. Today in this video we shall prove the set of real numbers is uncountable. Theorem: the set R of real numbers is not countable. Okay, we know that when do you say a set is countable? If it is equivalent to set of natural numbers, that is there exists a bijection from natural numbers to that set. So we prove that there is no bijection from R to set of natural numbers. Okay, proof: it is enough to prove that the subset I equal to closed interval 0 1 of R is not countable. To prove that R is uncountable, it is enough to prove that one of its subset is uncountable. Why? If R were countable, R countable ആയിരുന്നെങ്കിൽ then 0 1 would also be countable. കാരണം R countable ആയാൽ അതിൻ്റെ സബ്സെറ്റ് ഒക്കെ countable ആവും. ഇതിന് കാരണം എന്താ? because subset of a countable set is countable. Subset of a countable set is countable. അപ്പോൾ ഒരു കൗണ്ടബിൾ സെറ്റിൻ്റെ സബ്സെറ്റ് കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് R കൗണ്ടബിൾ ആയി പോയാൽ അതിൻ്റെ സബ്സെറ്റ് ക്ലോസ് ഇൻ്റർവൽ 0 1 കൗണ്ടബിൾ ആയി പോകും. അപ്പോൾ നമ്മൾ 0 1 കൗണ്ടബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്താൽ അത് എന്തുകൊണ്ടാണ്? R കൗണ്ടബിൾ അല്ലാത്തത് കൊണ്ടാണ്. കാരണം R കൗണ്ടബിൾ ആയിരുന്നെങ്കിൽ അതിൻ്റെ സബ്സെറ്റായ 0 1 കൗണ്ടബിൾ ആവണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? R കൗണ്ടബിൾ അല്ല എന്ന് കാണിക്കാൻ അതിനേക്കാൾ ചെറുത് കൗണ്ടബിൾ അല്ല എന്ന് കാണിച്ചാൽ മതി. Rൻ്റെ ഉള്ളിലുള്ള ആൾ കൗണ്ടബിൾ അല്ലെങ്കിൽ പിന്നെ വലിയ സെറ്റായ R കൗണ്ടബിൾ ആവില്ല. ഓക്കെ, ഹിയർ പ്രൂഫ് ഈസ് ബൈ കോൺട്രഡിക്ഷൻ. Suppose I is countable. I എന്ന് പറഞ്ഞാൽ ആരാ? I is countable. I equal to 0 1 countable ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, കൗണ്ടബിൾ ആണെങ്കിൽ അതിന് നാച്ചുറൽ നമ്പറുമായിട്ട് എന്തുണ്ടാവും? ഒരു ബൈജക്ഷൻ ഉണ്ടാവും. അതിനർത്ഥം എന്താ? 1 1 കറസ്പോണ്ടൻസ് ഉണ്ടാവും. നാച്ചുറൽ നമ്പറായ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തൊരു നമ്മളെ സെറ്റിൽ ഒരു x1 ഉണ്ടാവും. ഇവിടുത്തെ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x2 ഉണ്ടാവും. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് x3 ഉണ്ടാവും. 4ന് കറസ്പോണ്ടിങ് ആയിട്ട് x4 ഉണ്ടാവും, എക്സെട്ര. സോ വി ക്യാൻ എന്യൂമറേറ്റ് ദ സെറ്റ് ആസ് x1 x2 x3 x4 എക്സെട്ര. എവറി കൗണ്ടബിൾ സെറ്റ് ക്യാൻ ബി എന്യൂമറേറ്റഡ് ആസ് x1 x2 x3 എക്സെട്ര. അപ്പോൾ കൗണ്ടബിൾ സെറ്റിനൊക്കെ അങ്ങനെ എഴുതാൻ പറ്റും. then I can be enumerated as I is equal to x1 x2 x3 എക്സെട്ര. ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. x1 x2 x3 എക്സെട്ര ആണ്. x1 x2 x3 എക്സെട്ര. I equal to x1 x2 x3 എക്സെട്ര. Now select a closed subinterval I1 of I such that x1 not element of I1. ഈ ഐയുടെ ഒരു സബ്സെറ്റ് എടുക്കുക, ഒരു സബ് ഇൻ്റർവൽ എടുക്കുക. സബ് ഇൻ്റർവൽ ഐ ഒരു ഇൻ്റർവൽ ആണെന്നാണല്ലോ പറഞ്ഞത്. ഐ ഇൻ്റർവൽ ആണല്ലോ 0 1 എന്നുള്ള ഇൻ്റർവൽ. അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കും. x1 x2 x3 എന്ന് എഴുതാൻ പറ്റിയാൽ, എന്നാൽ അതിനൊരു സബ്സെറ്റ് എടുക്കുക. x1 ഇല്ലാത്ത ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് സബ്സെറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ്ഡ് സബ് ഇൻ്റർവൽ I1 ആയിട്ട് എടുക്കുക. x1 I1 ഉണ്ടാവരുത്. then select a closed sub interval I2 of I1 such that x2 not element of I2 and so on. അത് തുടരുക, അങ്ങനെ പോവുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ഒരു I3 എടുക്കുക. I2യുടെ ഒരു ക്ലോസ് സബ് ഇൻ്റർവൽ I3 എടുക്കുക. x3 I3യിൽ ഉണ്ടാവരുത്. ആൻഡ് സോ ഓൺ. Then we get
a sequence of nested sequence of closed and bounded intervals in, then we get a sequence of non-empty closed subintervals I1, superset of I2, superset of I3, etc., superset of In, superset of etc. ഇങ്ങനെ കിട്ടും. ഓക്കെ, സച്ച് ദാറ്റ് IN സബ്സെറ്റ് ഓഫ് I, ഈ IN ഒക്കെ ആരുടെ സബ്സെറ്റാ? ഐൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഒക്കെ വന്നത്. സച്ച് ദാറ്റ് IN സബ്സെറ്റ് ഓഫ് I. Okay, I1 superset of I2 superset of etc. such that IN superset of I and എന്തും കൂടി ഉണ്ടാവും, xn എവിടെ ഉണ്ടാവില്ല? IN ഇല്ല. നമ്മൾ എങ്ങനെ ബൈ കൺസ്ട്രക്ഷൻ x1 not belongs to I1, x2 not belongs to I2, etc. xn not belongs to IN, xn plus 1 not belongs to IN plus 1, etc. Okay, by nested interval property, നമ്മളെ പ്രീവിയസ് മുന്നത്തെ തിയറം നെസ്റ്റഡ് ഇൻ്റർവൽ പ്രോപ്പർട്ടി there exists a theta belongs to In for every n element of n. ഒരു സീറ്റനെ നമുക്ക് കിട്ടും, കാരണം ഇവിടെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ് നമുക്ക് തന്നത്. എല്ലാം ബൗണ്ടഡ് ആണ്, ആദ്യത്തെ സെറ്റ് തന്നെ ബൗണ്ടഡ് ആണ്, അതുകൊണ്ട് സബ്സെറ്റുകളൊക്കെ ബൗണ്ടഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോന്നും എടുക്കുന്നത്, അതുകൊണ്ട് ക്ലോസ്ഡ് ആയിരിക്കും എല്ലാവരും. സോ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ്. സോ വി ഗെറ്റ് നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. സോ ബൈ നെസ്റ്റഡ് പ്രോപ്പർട്ടി there exists a unique theta. There is a unique theta such that theta belongs to In for every n element of n. Therefore theta എല്ലാ IN-ലുണ്ട്, എന്നാലോ xn IN-ലില്ല, theta IN-ലുണ്ട്. അതുകൊണ്ട് therefore xn not equal to theta for every n element of n. ഒരിക്കലും xn-ന് theta ആവാൻ പറ്റൂല. കാരണം ഏതെങ്കിലും ഒരു xn theta ആയി പോയാൽ ആ xn not equal to theta for every n element of n. If x10 equal to theta ആണെന്ന് വിചാരിക്കുക, x10 theta ആയാൽ theta എവിടെ ഉണ്ടാവില്ല? theta equal to x10 ആയാൽ x10 I10-ൽ ഉണ്ടാവില്ല, x10 I10-ൽ ഉണ്ടാവില്ലല്ലോ. സോ theta I10-ൽ ഉണ്ടാവില്ല, വിച്ച് ഇസ് എ കോൺട്രഡിക്ഷൻ. theta എല്ലാ IN-ലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. theta എല്ലാത്തിലും ഉള്ളതുകൊണ്ട് thetaക്ക് ആരാവാൻ പറ്റൂല? ഒരു xn-ഉം ആവാൻ പറ്റൂല. theta ഒരു xn ആയി പോയാൽ കറസ്പോണ്ടിങ് IN-ൽ ഉണ്ടാവില്ല. പക്ഷേ theta എല്ലാത്തിലും IN-ലും ഉണ്ട്. അതുകൊണ്ട് xn നോട്ട് ഈക്വൽ ടു theta. അപ്പോൾ നമ്മളെടുത്ത കംപ്ലീറ്റ് ലിസ്റ്റ് theta ആണെങ്കിൽ എവിടെയുള്ള എലമെൻറ്റുമാണ്? ദാറ്റ് ഇസ് theta ബിലോങ്സ് ടു I എന്ന് തന്നെ പറയാം. theta ബിലോങ്സ് ടു I സച്ച് ദാറ്റ്. അപ്പോൾ നമ്മൾ I-ന് നമുക്കൊരു മെമ്പറെ കണ്ടെത്താൻ പറ്റി, xn-കളല്ലാത്ത. നേരത്തെ നമ്മൾ പറഞ്ഞത് I എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആരാ? x1, x2, x3, x4 എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്തു. പക്ഷേ ആ ലിസ്റ്റിൽ പെടാത്ത ഒരാളെ I-ൽ കിട്ടി, ലിസ്റ്റിൽ പെടാത്ത ഒരാളെ theta-നെ നമുക്ക് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞത് I എന്ന് പറഞ്ഞാൽ x1, x2, x3, x4 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൽ പെടാത്ത ഒരു സീറ്റനെ നമുക്ക് I തന്നെ കിട്ടി. സോ എന്യൂമറേഷൻ ഓഫ് I ഈസ് നോട്ട് എ കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഓഫ്. സോ എന്യൂമറേഷൻ ഓഫ് I ഈസ് നോട്ട് എ കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ഓഫ് I ആസ് ക്ലെയിംഡ്. നമ്മൾ നേരത്തെ ക്ലെയിം ചെയ്ത പോലെ, നമ്മൾ നേരത്തെ അവകാശം ഉന്നയിച്ച പോലെ എന്തില്ല, I-നെ നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ആക്കാൻ പറ്റുന്നില്ല. കാരണം I-നെ കംപ്ലീറ്റ് ലിസ്റ്റിംഗ് ആക്കിയതിൻ്റെ പുറത്ത് നമുക്ക് I-ലൊരാളെ കിട്ടി, സീറ്റ കിട്ടി. Therefore our assumption is wrong. Our assumption that I is countable is wrong. Therefore I is not countable. Therefore R is uncountable. R is not countable. R is uncountable. Hence the proof. Okay, very important theorem ആണിത്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് തിയറം ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി, R കൗണ്ടബിൾ അല്ല എന്നാലോ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓൾസോ വി ഹാവ് R is the union of rational numbers and irrational numbers. R is the union of rational numbers and irrational numbers. R minus Q എന്ന് പറഞ്ഞാൽ irrational numbers. This is rational numbers. അപ്പോൾ rational numbers-ൻ്റെ irrational numbers-ൻ്റെ യൂണിയൻ ആണ് R. Union of two countable set is countable.
അപ്പോൾ ഇറാഷണൽ നമ്പർ കൗണ്ടബിൾ ആയാൽ, ഇറാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയാൽ റാഷണൽ ഓൾറെഡി കൗണ്ടബിൾ ആണ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് പണ്ട്. അപ്പോൾ കൗണ്ടബിൾ യൂണിയൻ എടുത്താൽ R കൗണ്ടബിൾ ആയി പോകും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു പ്രീവിയസ് തിയറം. പ്രീവിയസ് തിയറം സേസ് ദാറ്റ് R ഈസ് അൺകൗണ്ടബിൾ. ദെയർഫോർ ദിസ് ഷുഡ് ബി അൺകൗണ്ടബിൾ. ഇത് കൗണ്ടബിൾ ആണ്, പക്ഷേ ഇത് അൺകൗണ്ടബിൾ ആയേ പറ്റൂ. അപ്പോഴേ നമുക്ക് യൂണിയൻ എന്താവുള്ളൂ, അൺകൗണ്ടബിൾ ആവുള്ളൂ. ദെയർഫോർ വി ക്യാൻ പ്രൂവ് ദാറ്റ്, വി ക്യാൻ സീ ദാറ്റ് വി ക്യാൻ ഗെറ്റ് R minus Q set of irrational numbers is uncountable. So നോട്ടായിട്ട് ഈ കാര്യം കൂടി നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, താങ്ക് യു.